വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നിലവിലുള്ള വളവുകൾ തീർത്ത് വീതി കൂട്ടാതെ നടത്തുന്ന പുല്ലാനിക്കാട് പുന്നംപറമ്പ് റോഡിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അപകടമുള്ള വളവുകളും റോഡ് വീതി കൂട്ടുന്നതിനുമായി സ്ഥലവും ഏറ്റെടുക്കാതെ MLA ഇത്രയും തിടുക്കത്തിൽ റോഡ് നിർമ്മാണം നടത്തുന്നതിൽ ദുരൂഹതയുണ്ട്. നിലവിലുള്ള റോഡ് അതേപോലെ തന്നെ ടാറിംഗ് ചെയ്യുമെന്നാണ് MLA അറിയിച്ചിട്ടുള്ളത്. ഇതിന് കോടിക്കണക്കിന് രൂപ ചെലവ് വരുമോ എന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു. LDF സർക്കാർ നടത്തുന്ന അഴിമതിയുടെയും ദൂരത്തിൻ്റെയും ഭാഗമാണെന്നാണ് ഇവിടെ കോൺഗ്രസ് ആരോപിക്കുന്നത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ പുല്ലാനിക്കാട് മുതൽ പുന്നംപറമ്പ് വരെ എത്തുന്ന ഏകദേശം 5.5 കിലോമീറ്റർ ദൂരം. ആ ദൂരത്തിലുള്ള സൈഡുകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുകയോ മാരകമായ അപകടങ്ങൾ ഉണ്ടാകുന്ന വളവുകളുള്ള ആ യാത്രാ സമയത്തുള്ള ആ റോഡിന്റെ നിർമ്മാണത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഈ വക പ്രവർത്തനങ്ങളൊന്നും നടത്താതെ വലിയ തുക അഴിമതിയായി അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയും വടക്കാഞ്ചേരിയുടെ നിലവിലെ MLAക്ക് ഒരു തരത്തിലും സ്വന്തമായിട്ടൊരു പദ്ധതി കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്താൻ കഴിയാത്തതിൻ്റെയും തന്റെ കാലയളവിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് പറയാൻ ഉള്ള ഒരു ഇത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് MLA ഈ റോഡിന്റെ ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോകുന്നത്. PG വാഴാനി കോറിഡോർ നിർമ്മാണ കമ്പനി തന്നെയാണ് പുല്ലാനിക്കാട് പുന്നംപറമ്പ് റോഡിന്റെ നിർമ്മാണവും നടത്തുന്നത്. ഇതിന് പിന്നിലും ചില ഒത്തുകളികളുണ്ട്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ഡിവിഷൻ കൗൺസിലറെ വരെ യോഗത്തിൽ വിളിച്ചിരുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 2021 അനിലക്കര MLA ആയിരിക്കുമ്പോഴാണ് ഈ വർക്കിൻ്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത്. അത്രയും കാലം അന്ന് കൊടുത്തുള്ള പ്രപ്പോസല് ആ റോഡിൻ്റെ വളവുകൾ നല്ലപോലെ വളവുള്ള റോഡായതുകൊണ്ട് റോഡുകളൊക്കെ വളവ് ചേർത്ത് വീതി കൂട്ടി വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് MLA അന്ന് പ്രപ്പോസൽ കൊടുത്ത് 7.34 കോടി രൂപയുടെ ഒരു വർക്കായിരുന്നു. ഇപ്പോൾ വടക്കാഞ്ചേരി MLAയും സർക്കാരും പല അവരുടെ സർക്കാർ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രഹസനമാണ് ഈ ജനുവരി 6 നടത്തുന്ന ഉദ്ഘാടനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നടന്ന സംഘാടക സമിതി യോഗത്തിൽ ആ പ്രദേശത്തുള്ള കൗൺസിലറെ പോലും വിളിച്ചിട്ടില്ല. മറ്റേ പ്രതിപക്ഷ കക്ഷികളെ പലരും ഒഴിവാക്കിക്കൊണ്ടാണ് ആ സംഘാടക സമിതി യോഗം തന്നെ നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ വടക്കാഞ്ചേരി മേഖലയിലെ ബൈപ്പാസ് റോഡിൽ PW ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ്? കുഴിയടക്കുക എന്ന പേരിൽ ഹമ്പുണ്ടാക്കി വെച്ചേക്കുക. റോഡിൽ 4 ഇഞ്ചോളം മുകളിലേക്ക് ഹമ്പുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദേവ്, തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.